നമസ്കാരം. നാടിന്റെ നാവും നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തഡോക്സ്. കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ്. ഇന്നല്ല 30 വർഷം മുമ്പ് തന്നെ കേരളത്തിൽ വെള്ളം വിലയ്ക്ക് വാങ്ങിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അന്ന് പരിഷത്തിൻ്റെയൊക്കെ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ വേദികളിൽ ചില കണക്കുകളൊക്കെ വെച്ച് ചില പ്രവർത്തകർ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വളരെ പുച്ഛത്തോടുകൂടി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടിയൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് കേരളത്തിലോ ഇഷ്ടം പോലെ വെള്ളം കിടക്കുന്ന കേരളത്തിലോ കാശ് കൊടുത്ത് വെള്ളം മേടിക്കുന്നു, നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നി. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ കുടിവെള്ളം ഇല്ല. നമ്മുടെ ഭൂഗർഭജലത്തിന്റെ നിരപ്പ് താഴുന്നു. മാത്രമല്ല നമ്മളൊക്കെ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ തോത് കൂടിയിട്ടുണ്ട്. നേരത്തെ 6, 7, 10, 12 പേര് ഉള്ള ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർ 10, 12 കുടുംബങ്ങളായി മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതനുസരിച്ച് വെള്ളത്തിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്, അതിന്റെ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി നമുക്ക് വേണ്ടുന്നത് വാട്ടർ മാനേജ്മെന്റ് ആണ്. അതിന് പഞ്ചായത്തുകൾക്കാണ് ഏറ്റവും വലുതായിട്ട് ചെയ്യാനുള്ളത്. പഞ്ചായത്തുകൾ വളരെ ഭാവനാപൂർണമായിട്ടും ശാസ്ത്രീയമായിട്ടും അതിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. മാത്രമല്ല വെള്ളത്തിന്റെ ദുരുപയോഗം തടയേണ്ടതുണ്ട്. ലൈൻ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കിണറുകളിലേക്ക് ഒഴുക്കുന്നവര്, വെറുതെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവര്, തെങ്ങും തടം നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ കർശനമായി തടയുകയും ഒരു രാഷ്ട്രീയ പരിഗണനയും കൊടുക്കാതെ ഒരു നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥ നടപടിയെടുക്കാതെ കർശന നടപടികൾ എടുത്താൽ മാത്രമേ കുടിവെള്ളം മരണകാലത്ത് ഒരു ഉരുറ്റി വെള്ളം നാക്കിൽ കിട്ടി നമുക്കൊക്കെ മരിക്കാൻ കഴിയൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ളൊരു ജാഗ്രത വേണം. ഇന്ന് കുടിവെള്ളത്തിന് വേണ്ടി ജനപ്രതിനിധികൾ നടത്തുന്ന സമരങ്ങളാണ്. അത് സത്യത്തിലൊരു തമാശയാണ്. ഇവര് വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ഇവര് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണ് നടത്തുന്നത്. അത് മാറി കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടുകൂടി ജനപ്രതികൾ പെരുമാറും എന്ന പ്രത്യാശയോടെ നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,260 രൂപ, പവന് 1,14,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. കുടിവെള്ളത്തിനായി പഞ്ചായത്ത് അംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. വേനൽ കനക്കുകയും കിണറുകളും ജലാശയങ്ങളും വറ്റുകയും ചെയ്തതോടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കുടിവെള്ളത്തിനായി കുണ്ടറ പഞ്ചായത്ത് അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസിലും പേരയം പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് പടിക്കലും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പേരയം ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കായി കുടിവെള്ള വിതരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ കുപ്പിവെള്ളവുമായി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച്. കുടിവെള്ള വിതരണത്തിലുള്ള ടെൻഡർ നടപടികൾ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചിട്ട് 1.5 മാസം പിന്നിട്ടിട്ടും ജലവിതരണം ആരംഭിച്ചിട്ടില്ല. കുടിവെള്ള വിതരണത്തിന് പെരുമാറ്റച്ചട്ടം പോലും ബാധകമല്ല എന്നിരിക്കെയാണ് പേരയം പഞ്ചായത്ത് അനാസ്ഥ തുടരുന്ന സമരക്കാർ ആരോപിച്ചു. കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതി കാലയളവിൽ പഞ്ചായത്തിലെ 4 പ്രദേശങ്ങൾ കുഴൽക്കിണർ സ്ഥാപിക്കുന്നതിനുള്ള തുക അനുവദിച്ചിരുന്നെങ്കിലും പദ്ധതി നടത്തിനായി പുതിയ ഭരണസമിതി യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. വേനൽ കാഠിന്യത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് തൊട്ടു പിന്നാലെയാണ് കൊല്ലം ജില്ലയിലെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ കുടിവെള്ളം വലിയ വില നൽകി വാങ്ങുകയാണ് ചെയ്യുന്നത്. പൈപ്പ് ലൈൻ വഴിയുള്ള ജല അതോറിറ്റിയുടെ വെള്ളം പോലും ആഴ്ചകളായി ജനങ്ങൾക്ക് ലഭിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും സമരക്കാർ ആരോപിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി സമരക്കാരുമായി ചർച്ച നടത്തി ഉടൻ തന്നെ ജലവിതരണം ആരംഭിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുമെന്നും വെള്ളിയാഴ്ച നടക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ കുടിവെള്ളം അടിയന്തരമായി ചർച്ച ചെയ്ത് ശനിയാഴ്ച മുതൽ ജലവിതരണം ആരംഭിക്കുമെന്നും ഉറപ്പു നൽകിയുള്ള സമരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര, പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി ലോറൻസ്, ലതാ ബിജു, പ്രീത അനിൽ, ഖണിജ മോൾ എന്നിവരാണ് സമരം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരണം. പേരയം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിലവിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ മേഖലകളിലേക്കും വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന നടപടി ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആവശ്യമായ ടെൻഡർ നടപടികളും അംഗീകരിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന വെള്ള വിതരണത്തിന് സാങ്കേതിക തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. ഇതിനിടയിൽ നിലവിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് കുടിവെള്ള വിതരണം നടത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി ലഭിക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചു വരികയാണ്. അനുമതി ലഭിക്കുന്നതോടെ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം ആരംഭിക്കുന്നതാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വേഗത്തിൽ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്യാം അറിയിച്ചു. കുണ്ടറ പഞ്ചായത്ത് അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി കുത്തിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജി വിനോദ് കുമാർ, വൈസ് പ്രസിഡന്റ് ഉഷ, സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് സതീഷ് കുമാർ ഉണ്ണിത്താൻ, തോമസ് പി പണിക്കർ, സുധാദേവി, മെമ്പർമാരായ സരിനി അനിൽ, മഹിളാമണി, സുമംഗല, ഐ തോമസ്, വിജയലക്ഷ്മി, അജീഷ് രാമചന്ദ്രൻ, ജയലക്ഷ്മി, ശ്രീകല, കീർത്തി രാധാകൃഷ്ണൻ എന്നിവരാണ് ഓഫീസിലെത്തി കുത്തിയിരുന്നത്. എഞ്ചിനീയർ സ്ഥലത്തെത്തുന്നതുവരെ ജനപ്രതിനിധികൾ ഓഫീസിൽ തുടർന്നു. 12 മണിക്കെത്തിയ ജനപ്രതിനിധികൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് എ.ഇ.ഒ ദീപക് എത്തി വ്യാഴാഴ്ച മുതൽ
വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളം എത്തിക്കാം എന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചത്. കിഴക്കേക്കടലിൽ വാട്ടർ അതോറിറ്റിയാണ് തടസ്സമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പുതുതായി ഒരു കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നതിന് 2023 തീരുമാനമെടുക്കുകയും വാട്ടർ അതോറിറ്റി അംഗീകരിക്കുകയും ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ഒരു കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പദ്ധതി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം പദ്ധതി നിർത്തിവെക്കാൻ കൊട്ടാരക്കര വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അനധികൃതമായി ഇടപെടുകയായിരുന്നു. അടിയന്തരമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കിഴക്കേക്കട ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര നടപടിയെടുക്കണമെന്ന് കിഴക്കേക്കട ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ്, കൊല്ലം ജില്ലാ വികസന സമിതി അംഗം എബ്രഹാം സാമുൽ എന്നിവർ ആവശ്യപ്പെട്ടു. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിൽ വാർഷികാഘോഷം ഏപ്രിൽ 14 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ പർച്ചേസിനുമൊപ്പം പട്ടുസാരികളും ചുരിദാറുകളും സമ്മാനം. 11 ദിവസം 11 സ്വർണ്ണമോതിരം. ഓഫർ ദിനങ്ങളിൽ ദിവസേന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണ്ണമോതിരങ്ങൾ സമ്മാനം. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാം. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പുതിയ 916 HUID ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. നാഗാസ്, ആന്റീക്, ചെട്ടിനാട്, ടർക്കിഷ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ഈ വാർഷിക ദിനങ്ങൾ നമുക്കൊന്നിച്ചാഘോഷമാക്കാം. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ 1ാം വർഷ BDS വിദ്യാർത്ഥിയായ RL നിതിൻ രാജിൻ്റെ ദുരൂഹമരണത്തിന് ഉത്തരവാദികളായ ഡോക്ടർ MK റാമിനെയും ഡോക്ടർ സംഗീത നമ്പ്യാരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുളവനയിൽ ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ ഉദ്ഘാടനം ചെയ്തു. SI KM നളന്ദ ക്ലബ്ബ് രക്ഷാധികാരി PS സജിമോൻ അധ്യക്ഷത വഹിച്ചു. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് അംഗം സരിനി അനിൽ, മുൻ പഞ്ചായത്ത് അംഗം G അനിൽകുമാർ, KPMS 610 നമ്പർ ശാഖാ പ്രസിഡന്റ് C പങ്കജവല്ലി, B ഹരീഷ് കുമാർ, മിനി ലക്ഷ്മണൻ, S സുജയ് കുമാർ, D ദിലീപ്, G ലൈജു, KB ബോബുലാൽ, K സോമൻ, ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് മുളവന പള്ളിമുക്കിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. വസന്തോത്സവം ആരംഭിച്ചു. കിഴക്കേക്കല്ല സജിന്ത റേഡിയോ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന വസന്തോത്സവം ക്യാമ്പ് ആകാശവാണി ദൂരദർശൻ അവതാരകൻ നീലേശ്വരം സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ചിന്താദീപം സാഹിത്യ സമിതി സെക്രട്ടറി ഷാജി വെള്ളാപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. ഷോർട്ട് ഫിലിം ഡയറക്ടർ നെടുമ്പത്തൂർ സുരേഷ് കുമാർ, കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, മനഃശാസ്ത്രം കൗൺസിലർ ബിനേഷ് വിജയൻ, കാഥികൻ B വസന്തകുമാർ, കിഷോർ മുളവന, വൈശാഖ് P സുധാകർ, ലിബിൻ റോബിൻ, സൺ പ്രിൻസ് കല്ലട എന്നിവർ ക്യാമ്പുകൾ നയിക്കും. ചിത്രകല, വയലിൻ, കീബോർഡ്, ശാസ്ത്രീയ സംഗീതം, വിവിധതരം ഗെയിമുകൾ, നാടകം, പ്രസംഗ പരിശീലനം, യോഗ, പ്രഥമ ശുശ്രൂഷ, വ്യക്തിത്വ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും. വസന്തോത്സവം ക്യാമ്പിൻ്റെ ഭാഗമായി മെയ് 4 മുതൽ 8 വരെ പ്രസംഗ പരിശീലന കളരിയും നടക്കും. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ
യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 27 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ യാത്ര മുടങ്ങാതെ ഞങ്ങൾക്ക് ഈ മാസം വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിന് സഹായിച്ച നിങ്ങളിൽ ഓരോരുത്തരോട് സ്നേഹത്തോടെ ഞങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ സിനിമകൾ കണ്ടിട്ടില്ലാത്തവർ ഇന്ന് തന്നെ കാണുകയും അതിൻ്റെ ഒരു അഭിപ്രായം യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം ആദരം.